തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുന്നണികളും പാർട്ടികളും അവരുടെ ലഭിച്ച വോട്ടിൻ്റെ കണക്കെടുപ്പ് തുടരുകയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സെക്രട്ടറി, നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് 90-ലധികം സീറ്റ് നേടി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ്. അങ്ങയുടെ പാർട്ടിയുടെ കണക്കെടുപ്പുകളും തുടരുകയാണ് മണ്ഡലം തലത്തിലൊക്കെ. CPIയുടെയും ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അങ്ങനെ തന്നെയാണോ? ഞങ്ങൾ പൂർണ്ണമായിട്ടും ശുഭപ്രതീക്ഷയിലാണ്. LDF എന്തായാലും മൂന്നാം വാർഡിലേക്ക് എത്തും. എല്ലാ ജില്ലകളിലെയും റിപ്പോർട്ടുകൾ ഞങ്ങൾ സാമാന്യമായി പഠിച്ചു. ഉറപ്പായി പറയാൻ കഴിയും 80-ന് മേൽ സീറ്റുണ്ടാകും LDFന് എന്തായാലും. അപ്പോഴേ ഈ LDFനകത്ത് പ്രധാന ഘടകകക്ഷിയായ CPI, അങ്ങയുടെ പാർട്ടി മണ്ഡലതലങ്ങളിലൊക്കെ ഈ കണക്കെടുത്തതിന് ശേഷം സംസ്ഥാന നേതൃയോഗങ്ങളിലേക്ക് വരുമ്പോൾ മന്ത്രിമാരടക്കം മത്സരിച്ച മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നേരിട്ടു എന്ന ഒരു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ CPMനെ സംബന്ധിച്ചിടത്തോളവും ഈ മധ്യവർഗ്ഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല പ്രദേശങ്ങളിലും കടുത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആകെയും ഒരു പരമ്പരാഗതമായി CPMനോ അല്ലെങ്കിൽ CPIക്കോ ഇടതുപക്ഷത്തിനാകെ വോട്ട് കിട്ടുന്ന ഭാഗമല്ല ഈ മധ്യവർഗ്ഗം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ. അപ്പോൾ അതൊരു തിരിച്ചടി, ഈ രണ്ട് ഇപ്പോൾ CPIയുടെ വിലയിരുത്തലായാലും CPMൻ്റെ ഈ വോട്ട് ബാങ്ക് അല്ലാത്ത പ്രദേശങ്ങളിലെ കനത്ത പോളിംഗ് ആയാലും ഒരു തിരിച്ചടിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയ ചില കണക്കുകളും സങ്കല്പങ്ങളുമാണ്. പോളിംഗ് ശതമാനം കൂടിയാൽ അത് UDFനെ ജയിപ്പിക്കും, മധ്യവർഗം വോട്ട് ചെയ്യാൻ വന്നാൽ LDF തോൽക്കും. ഇതെല്ലാം പഴങ്കഥകളാണ്. അതൊന്നും കേരളത്തിൽ ബാധകമല്ല. ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും LDFൻ്റെ ഭാഗത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും. ഈ ശതമാനത്തിൻ്റെ വർധനമൊന്നും കണ്ടാരും LDF തോൽക്കുമെന്ന് കണക്കൂട്ടേണ്ട കാര്യമില്ല. ഒന്ന് SIR, രണ്ട് സ്ത്രീ മുന്നേറ്റമുണ്ട്. ഇത് രണ്ടും LDFൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത്തരം ശക്തികളെല്ലാം അവരുടെ എല്ലാം ഒരു ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ട് LDFനെ കാണും. ഞങ്ങളെ ബാധിക്കില്ല അതൊന്നും. പിന്നെ നിങ്ങളുടെ ചോദ്യം മന്ത്രിമാരുടെ കാര്യമാണ്. CPIയുടെ 4 മന്ത്രിമാരും ജയിക്കും, ഗംഭീരമായിട്ട് ജയിക്കും. ഇതിൽ LDF ആകെ പറയുന്ന കാര്യം ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞത് മന്ത്രിമാരടക്കം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാനൊരു സാധ്യതയും ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിലാണല്ലോ സ്വാഭാവികമായിട്ട് മന്ത്രിമാരടക്കം മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുക. LDF ആകെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നത് പറയുന്നതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം എന്താണ്? ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കഥയുണ്ടാക്കിയതാരാ? നിങ്ങൾ മാധ്യമങ്ങളാ. അതല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിൽ ഈ ഭരണത്തെപ്പറ്റി മതിപ്പാടുള്ളത്. ഈ ഭരണം നല്ല ഭരണമാണെന്നും തുടർച്ച വേണമെന്നും വോട്ടർമാർ ഒരുപോലെ ആഗ്രഹിച്ചു എല്ലാ സ്ഥലങ്ങളിലും. ഇതിൽ CPIയുടെ പ്രധാന ശക്തി കേന്ദ്രമാണ് തൃശ്ശൂർ ജില്ല. അവിടെ നിന്നാണ് CC മുകുന്ദൻ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തെക്കൻ ജില്ലകളിലാണെങ്കിൽ മീനാങ്കൽ കുമാർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ള ഒരാൾ. ഇതൊക്കെ ഇത്തരം പ്രധാനപ്പെട്ട നേതാക്കൾ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടി വിട്ടത് CPIയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിക്ക് കാരണമാകുമെന്ന് കരുതുന്നുണ്ടോ? ലവലേശയില്ല. നിങ്ങളീ പറയും പോലെ ഇവരെല്ലാം വലിയ പ്രധാനപ്പെട്ട ഒന്നുമല്ല. പാർട്ടി വിട്ടുപോയവർ പാർട്ടി വഞ്ചകന്മാരാ, ജനവഞ്ചകന്മാരാ. അവരെല്ലാവരെയും അവരാരായോ പിന്നീട് അതാക്കിയത് പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്നും സ്ഥാനമോഹം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ പദവിക്കുള്ള ദാഹം കൊണ്ടോ എല്ലാം ആയിരിക്കാം അവർ പോയവരൊക്കെ പോയി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ കണ്ട് പേടിച്ച് പുറകോട്ട് പോകുന്ന പാർട്ടിയല്ല, സ്തംഭിച്ച് നിൽക്കില്ല. നാട്ടികയും നെടുമങ്ങാടും ഞങ്ങളത് കാണാൻ പോകുന്നുണ്ട്. ജനങ്ങൾ ഉത്തരം കൊടുക്കും. പിന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ വനിതാ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതിൽ CPIയുടെ നിലപാട് എന്താണ്? കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. BJP എന്ന് പറയുന്നത് ഒരു ആട്ടിൻ തൊരട്ട ചെന്നായ. അത് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടിയാണ് BJP രാഷ്ട്രീയം. അത് ഈ പറയുന്ന സ്ത്രീ സ്നേഹമെല്ലാം കാപട്യമാണ്. BJP നയിക്കുന്ന RSSൽ ഒരു സ്ത്രീക്ക് അംഗത്വം കിട്ടുമോ? നിങ്ങളാരും എന്തത് പറയാത്തത്? RSSനകത്ത് സ്ത്രീക്ക് അംഗത്വം ഇല്ല. നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ എല്ലാ ഇന്ത്യയിലെ ആണുങ്ങൾക്കും അംഗത്വം കിട്ടും. പക്ഷേ പെണ്ണുങ്ങൾക്ക് അംഗത്വമില്ല RSSൽ. ആ ഒരു വിടവ് ആരോ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കും അപ്പോഴും അവരാ കുറവ്
സ്ത്രീക്ക് അംഗത്വം കൊടുത്തുകൊണ്ടല്ല, സ്ത്രീക്ക് അംഗങ്ങളാകാൻ വേണ്ടി അവർ സംഘടന വേറെ ഉണ്ടാക്കി, രാഷ്ട്ര സേവിക സമിതി ഉണ്ടാക്കി. ഇതാണ് RSS. അവരാണ് BJP നയിക്കുന്നത്. സ്ത്രീ സംവരണത്തെ ഞങ്ങൾ പിന്താങ്ങും, പക്ഷെ നാടകത്തെ പിന്താങ്ങില്ല. അപ്പോൾ സംസ്ഥാനത്ത് CPI നേതാക്കന്മാരാരെങ്കിലും പാർട്ടി വിട്ടു പോയി എന്നതുകൊണ്ട് അത് CPI ഇടതുപക്ഷത്തെയോ ബാധിക്കുന്ന ഒരു കാര്യമല്ല. മികച്ച ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നും അതോടൊപ്പം തന്നെ ഈ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ BJP കളിക്കുന്ന ഒരു തരം നാടകമുണ്ട്, അതിന് ശക്തിയുക്തം CPI എതിർക്കുകയാണെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. ക്യാമറമാൻ ജിനുവിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.